morning, students. In the Namala Chiambo 2024 syllabus session. One Adite university exam, regular exam. GY-MAT101. Mathematics for electrical science 1, physical science 1. E paper question paper questions the answers we will discuss here. This is the question paper. Question paper APJ Abdul Kalam Technological University first semester B.Tech degree regular examination December 2024 scheme. Course code GY-MAT101. Course name Mathematics for Electrical Science 1, Physical Science 1. This question paper Aditya University exam syllabus അനുസരിച്ച് വന്ന ആദ്യത്തെ യൂണിവേഴ്സിറ്റി എക്സാം ആണ്. ഇതിലെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് 2 1 -1 0 3 -2 2 4 -3. ഇത് രണ്ട് പാർട്ട് ആയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പാർട്ട് എയില് 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ച് 8 × 3 24 മാർക്ക്. പാർട്ട് ബിയില് ഓരോ മോഡ്യൂളിൽ നിന്ന് 2 ഫുൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു ഫുൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ നമുക്ക് 9 മാർക്ക്. അങ്ങനെ 4 മോഡ്യൂളിൽ നിന്ന് 36 മാർക്കാണ് കിട്ടുന്നത്. 36 24 60 മാർക്കാണ് ടോട്ടൽ മാർക്ക് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റാങ്ക് ഓഫ് ദ മെട്രിക്സ് 2 1 -1 0 3 -2 2 4 -3. ആ ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന മെട്രിക്സിനെ റാങ്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്താൽ മതി. റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യും. അത് കൺവെർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ മെട്രിക്സ് എടുക്കാം. 2 1 -1 0 3 -2 2 4 -3. നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണ്? റോ വൈസ് ഓപ്പറേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. റോ വൈസ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു റോയിലും കോമൺ ഫാക്ടർ ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് റോയിലെ എലിമെന്റ് 2 1 -1. സെക്കൻഡ് റോയിലൂടെ ഫസ്റ്റ് റോയിലെ 2ന്റെ താഴെ എലിമെന്റ് 0 ആണ്. അപ്പൊ ഇതിലൂടെ ഒന്നും ചെയ്യേണ്ട. 0 3 -2. ഈ 2നെ നമുക്ക് 0 ആക്കണം. എന്താണ് ഓപ്പറേഷൻ? R3 changes to R3 minus R. R3 ൽ നിന്ന് R1 കുറയ്ക്കാം. ഈ 2ന്റെ താഴെയാണ് നമ്മൾ 0 ആക്കുന്നത്. അപ്പൊ R3 R1 ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. 2 - 2 എന്താണ്? 0. 4 - 1 എന്താണ്? 4 - 1 എന്ന് പറഞ്ഞാൽ 3. -3 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -2. അപ്പൊ നമുക്ക് ഇത് ചേഞ്ച് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 2 1 -1 0 3 -2 0 3 -2. അടുത്ത ഓപ്പറേഷൻ എന്താണ്? അടുത്ത ഓപ്പറേഷൻ ഈ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലിമെന്റിന്റെ താഴെയുള്ള 3 നമുക്ക് 0 ആക്കണം. അതിനെന്താ ഓപ്പറേഷൻ? R3 changes to R3 minus R2. ഈ 3യുടെ താഴെയാണ് 0 ആക്കുന്നത്. അപ്പൊ R3 നമ്മൾ R2 ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് 2 1 -1 0 3 -2 ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 0 - 0 0 3 - 3 0 -2 -2 0. അപ്പൊ നമുക്ക് കിട്ടിയ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം, റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം എന്താണ്? 2 1 -1 0 3 -2 0 0 4. ഇതാണ് റെഡ്യൂസ്ഡ് ഫോം. ഈ റെഡ്യൂസ്ഡ് ഫോമില് റാങ്ക് എത്രയാണ്? Rank of the matrix. Rank of the matrix is equal to number of non-zero rows. Non-zero rows. എത്ര non-zero rows ഉണ്ട് ഇതില്? 1 2. ഒരു റോയില് ഒരു എലിമെന്റ് എങ്കിലും 0 അല്ലാതെ വന്നാൽ, ഒരു റോയില് ഒരു എലിമെന്റ് എങ്കിലും 0 അല്ലാതെ വന്നാൽ ആ റോയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് non-zero rows. ഇതിൽ 1 2 റോയാണ് നോൺ സീറോ ഉള്ളത്. അപ്പൊ റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്താണ്? 2 എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 എന്നാണ് കിട്ടുക. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്ത ഓപ്പറേഷൻ എന്താണ്? തന്നിരിക്കുന്ന മെട്രിക്സിനെ റോ വൈസ് ഓപ്പറേഷൻ ആണ് ചെയ്തത്. എലിമെന്ററി റോ വൈസ് ഓപ്പറേഷൻ. എലിമെന്ററി റോ വൈസ് ഓപ്പറേഷൻ എന്താണ്? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലിമെന്റിന്റെ താഴെയൊക്കെ നമ്മൾ ആ എലിമെന്റ് ഒക്കെ നമ്മൾ 0 ആക്കി. അതിനുശേഷം സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലിമെന്റ് താഴെയൊക്കെ നമ്മൾ 0 ആക്കി. അപ്പൊ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ആണ്. ഇതില് എത്ര നോൺ സീറോ റോസ് ഉണ്ട്? 3 നോൺ സീറോ റോസ്, 2 നോൺ സീറോ റോസ് ആണുള്ളത്. ഇത് ഫസ്റ്റ് നോൺ സീറോ, ഇത് സെക്കൻഡ് നോൺ സീറോ റോ. അപ്പൊ റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ദാറ്റ് ഈസ് ഈക്വൽ ടു
ഇതാണ്. എത്ര മാർക്കായിരുന്നു ക്വസ്റ്റിന്? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ GYMAT101 കോഡ് അതാണ്. ഫൈൻഡ് ദി ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ് ഓഫ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ്. Eigen values and eigen vectors of 1, 2, first row 1, 2, second row 0, 3. എത്ര മാർക്കിന്റെയാണ്? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കാം. ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കാം. ഇതെങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ മോഡ്യൂൾ വൈസ് ആണ് ചെയ്യുന്നത്. ആദ്യത്തെ മോഡ്യൂളിൽ ഫസ്റ്റ് ചെയ്ത് തീർക്കും, അതിനുശേഷം രണ്ടാമത്തെ മോഡ്യൂൾ എടുക്കും, രണ്ടാമത്തെ, അങ്ങനെ ഓരോ മോഡ്യൂൾ വൈസ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്യുക. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാം. ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കണം എന്താ ചെയ്യേണ്ടത്? കാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ. എന്താണ് കാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ? ഡിറ്റർമിനന്റ് a minus lambda i is equal to 0. അപ്പോൾ നമുക്കൊരു ഫോർമുല ഉണ്ട്. ഡിറ്റർമിനന്റ് a minus lambda i equal to 0 കാണാനായിട്ട് ഒരു ഫോർമുല എന്താണ്? ലാംഡ സ്ക്വയർ മൈനസ് s1 ലാംഡ പ്ലസ് s2 is equal to 0. ഇതാണ് നമ്മുടെ ഫോർമുല. നമ്മൾ പെട്ടെന്ന് ഇത് കാണാൻ വേണ്ടിയിട്ട് കാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2/2 മെട്രിക്സ് ആണെങ്കിൽ ലാംഡ സ്ക്വയർ മൈനസ് s1 ലാംഡ പ്ലസ് s2 is equal to 0 എന്നാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലാംഡ സ്ക്വയർ മൈനസ് s1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ മെട്രിക്സിലെ സം ഓഫ് മെയിൻ ഡയഗണൽ എലമെന്റ്സ്. അപ്പോ നമ്മുടെ 3 1 4, അപ്പൊ 4 ലാംഡ പ്ലസ് s2 എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് ദി ഗിവൺ മെട്രിക്സ് 3 3 2. അപ്പൊ 3 ആണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ പ്ലസ് 3 is equal to 0. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ലാംഡയുടെ വാല്യൂ കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? 1 ഉം 3 ആണ്. 1 ഉം 3 ആണ് ലാംഡയുടെ വാല്യൂ. അപ്പൊ ഈ 1 ഉം 3 നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐഗൻ വാല്യൂസ് ആർ 1, 3. ഇനി നമുക്ക് അടുത്തായിട്ട് എന്താ കണ്ടുപിടിക്കണ്ടേ? ഐഗൻ വെക്ടർ കണ്ടുപിടിക്കും. അടുത്ത ടു ഫൈൻഡ് ദി ഐഗൻ വെക്ടർ. To find eigenvector. Eigenvector കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഐഗൻ മെട്രിക്സ് എഴുതാം. എന്താണ് ഐഗൻ മെട്രിക്സ്? a minus lambda is equal to 1 minus lambda 2 0 3 minus lambda. ഇതാണ് ഐഗൻ മെട്രിക്സ്. ഈ ഐഗൻ മെട്രിക്സിൽ ലാംഡ ഈക്വൽ ടു 1 കൊടുക്കാം. ലാംഡ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ 0 കിട്ടും, ഇവിടെ നമുക്ക് 2 കിട്ടും, ഇവിടെ നമുക്ക് 0 കിട്ടും, ഇവിടെ നമുക്ക് 3 minus 1. 3 minus 1 എത്രയാണ്? 2. 2. അപ്പോൾ 0 2 0 2 എന്ന് കിട്ടും. 0 2 0 2. ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യണം? നമ്മുടെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലിമെന്റ് 2 ആണ്. 2 ന്റെ താഴെ 0 ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 2 0 കുറച്ച് 0 ആണ്. അപ്പോൾ ഇവിടെ റാങ്ക് എത്രയാണ്? റാങ്ക് 1 ആണ്. ഇവിടെ 2/2 മെട്രിക്സ് ആണ്. അപ്പൊ നമുക്ക് ഇത് ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇക്വേഷൻ ഫോമിൽ എഴുതുമ്പോൾ 0 2 0 0 x y 0 0 ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0x plus 2y is equal to 0. 2y is equal to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? y is equal to 0 എന്ന് കിട്ടും. ഇവിടെ നമ്പർ ഓഫ് അൺനോൺസ് 2 ആണ്. റാങ്ക് 1 ആയതിന്റെ പേരിൽ ഒരു വേരിയബിൾ നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ x എന്നുള്ളത് t എന്ന് എടുത്തു. അപ്പൊ നമ്മുടെ ഐഗൻ വെക്ടർ എന്താണ്? therefore ഐഗൻ വെക്ടർ when lambda is equal to 1 വരുമ്പോൾ ഐഗൻ വെക്ടർ എന്താണ്? കോളം ആയിട്ട് എഴുതുമ്പോൾ 1 0. ഫസ്റ്റ് ഐഗൻ വെക്ടർ നമുക്ക് കിട്ടി. ഫസ്റ്റ് ഐഗൻ വെക്ടർ എന്താണ്? 1 0 ആണ്. 1 0 എവിടെയാണ്? 1 0 എന്ന് പറഞ്ഞാൽ ലാംഡ ഈക്വൽ ടു 1 എന്ന ഐഗൻ വാല്യൂസിനെ ബേസ് ചെയ്ത് കിട്ടുന്ന ഐഗൻ വെക്ടർ ആണ് 1 0. ഇനി നമുക്ക് ലാംഡ ഈക്വൽ ടു 3 നോക്കാം. ലാംഡ ഈക്വൽ ടു 3 വരുമ്പോൾ എന്താണ്?
ഇവിടെ നമ്മൾ ലാംഡയ്ക്ക് 3 കൊടുക്കാം. അപ്പൊ 1 - 3 = എന്താണ്? -3 -2 1 - 3 എന്ന് പറഞ്ഞാൽ -2 2 0 3 - 3 എന്ന് പറഞ്ഞാൽ 0. ഇത് ഓൾറെഡി എക്ലോൺ ഫോം ആണ്. നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത് എന്താണ്? -2x + 2y = 0. ഒരു വേരിയബിൾ നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തു. അപ്പൊ നമ്മൾ ആർബിട്രറി ആയിട്ട് -2 രണ്ടാമത്തെ വേരിയബിള് y നമ്മൾ t ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ x ന്റെ വാല്യൂ എത്ര കിട്ടും? -2x = -2y. അപ്പോ x = y എന്ന് വരും. therefore x = t എന്ന് വരും. അപ്പൊ നമ്മുടെ ഐഗൻ വെക്ടർ therefore eigen vector when lambda is equal to 3 is എത്രയാണ്? 1. രണ്ടാമത്തെ ഐഗൻ വെക്ടർ എത്ര കിട്ടി? 1 1. അപ്പൊ രണ്ട് ഐഗൻ വെക്ടർ കിട്ടി. ഫസ്റ്റ് ഐഗൻ വെക്ടർ 1 0, സെക്കൻഡ് ഐഗൻ വെക്ടർ 1 1. ഇന്ന് എത്ര മാർക്ക് ഉണ്ട്? 3 മാർക്ക് ഉണ്ട്. അപ്പൊ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റാങ്ക് കാണാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടറും കാണാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഐഗൻ വാല്യൂസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? തന്നിരിക്കുന്ന മെട്രിക്സിൽ നിന്നും ക്യാരക്ടറിസ്റ്റിക്കേഷൻ എഴുതി. ഈ ക്യാരക്ടറിസ്റ്റിക്കേഷൻ നമ്മൾ ഓർത്തിരിക്കണം. λ² - S1 λ + S2 = 0 എന്നാണ് ക്യാരക്ടറിസ്റ്റിക്കേഷൻ. അതിൽ S1 എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ മെയിൻ ഡയഗണൽ എലമെന്റ്സ് ഓഫ് ദി ഗിവൺ മെട്രിക്സ്. S2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനന്റ് A. അത് രണ്ട് നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? λ² - 4λ + 3 = 0 എന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടി. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തപ്പോ ലാംഡയുടെ വാല്യൂ 1 3 എന്ന് കിട്ടി. അത് നിങ്ങൾ കാൽക്കുലേറ്റർ കൊടുത്താൽ മതി. കാൽക്കുലേറ്ററിൽ നമുക്ക് വാല്യൂ കിട്ടും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാൽക്കുലേറ്റർ ഫീഡ് ചെയ്യുമ്പോൾ ലാംഡയുടെ വാല്യൂ 1 ഉം 3 ഉം കിട്ടും. ഈ 1 ഉം 3 നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഗൻ വാല്യൂസ്. ഇനി ഐഗൻ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാലോ ഈ ഐഗൻ വാല്യൂസിനെ ബേസ് ചെയ്ത് λ = 1 എന്ന ഐഗൻ വാല്യൂസിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ λ = 3 എന്ന ഐഗൻ വാല്യൂസിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഐഗൻ വെക്ടർ കണ്ടുപിടിക്കണം. അതിനാൽ λ = 1 കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ ഐഗൻ മെട്രിക്സ് എഴുതുന്നു. ഐഗൻ മെട്രിക്സ് എന്താണ്? ഡയഗണൽ എലമെന്റിൽ നിന്ന് λ വർക്ക് ചെയ്യാം. അപ്പൊ 1 - λ 2 0 3 - λ. ഈ ലാംഡയ്ക്ക് നമ്മൾ 1 കൊടുക്കുന്നു. 1 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടണേ? 1 - 1 0 2 0 2. ഇതിന് എക്ലോൺ ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ വെറുതെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് എക്ലോൺ ഫോം ആവും. എക്ലോൺ ഫോം ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് ax = b ഫോമിൽ എഴുതുന്നു. ax = b ഫോമിൽ എഴുതും. ഇത് ax = 0. ax = 0 ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടുന്നത് 2y = 0 എന്നാണ്. അപ്പൊ y = 0 കിട്ടും. ഒരു വേരിയബിൾ നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യണം. അപ്പൊ x നമ്മൾ t ആയിട്ട് എടുത്തു. therefore ഐഗൻ വെക്ടർ എന്ന് പറഞ്ഞാൽ t 0 ആണ് എന്ന് പറഞ്ഞാൽ t ക്ക് 1 കൊടുക്കുമ്പോൾ 1 0. ഫസ്റ്റ് ഐഗൻ വെക്ടർ വിൽ ബി 1 0. രണ്ടാമത്തെ ഐഗൻ വെക്ടർ എന്താണ്? ഐഗൻ മെട്രിക്സിൽ ലാംഡയുടെ വാല്യൂ നമ്മൾ 3 കൊടുക്കുന്നു. ലാംഡയുടെ വാല്യൂ 3 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? 1 - 3 -2 2 0 0. അത് നമ്മൾ ഇക്ലോൺ ഫോമിലാണ്, ഇക്ലോൺ ഫോമിലാണ്. ഇക്വേഷൻ ഫോമിൽ എഴുതുമ്പോൾ -2x + 2y = 0. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വേരിയബിൾ ആർബിട്രറി ആയിട്ട് എടുക്കുന്നു. y = t കൊടുക്കുന്നു. അപ്പൊ -2x = -2y. therefore x = y, x = t എന്ന് വരും. അപ്പൊ നമ്മുടെ ഐഗൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? λ = 3 ആവുമ്പോൾ ഐഗൻ വെക്ടർ 1 1 എന്നാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. ഇത് രണ്ടും നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. അതായത് 2024 സിലബസ് റിവിഷൻ വന്നു. അതിനുശേഷം നടന്ന ആദ്യത്തെ യൂണിവേഴ്സിറ്റി പരീക്ഷയിലെ ആദ്യത്തെ 2 ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമ്മളോട് ചെയ്ത്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഓക്കെ, ശരി.